ഹായ് എല്ലാവർക്കും നമസ്കാരം. അനൂസ് കിച്ചൻ വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള പാനിപൂരിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ പാനിപൂരി എല്ലാ സ്ഥലത്തും കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും, എല്ലാവരും ഒരു ഫേവറേറ്റ് ആണ്, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതെങ്ങനെ ഇപ്പോൾ നമ്മളെ പാനിപൂരി ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ അതിൻ്റെ പൂരിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ 1 കപ്പ് റവ, റോസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ, സാധാരണ നമ്മൾ വാങ്ങുന്ന റവ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നല്ല ചൂടുവെള്ളമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് സാധാരണ നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന ആ ഒരു രീതിയിൽ, അതിലും കുറച്ചുകൂടെ ഒന്ന് ടൈറ്റായിരിക്കണം സംഭവം, അങ്ങനെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ കൈ നല്ല സോഫ്റ്റ് ആയിട്ട് വരണം. പക്ഷെങ്കിൽ ഇതിപ്പോൾ റവ ആയതുകൊണ്ട് ആ ഒരു വലിഞ്ഞ് നിൽക്കുന്ന ആ ഒരു രീതിയിൽ കിട്ടാൻ വേണം. അപ്പോൾ ഇതിനി ഒരു 20-30 മിനിറ്റ് നമുക്കൊന്ന് കവർ ചെയ്തിട്ട് അങ്ങ് വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡിയാക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള സോസ് തയ്യാറാക്കണം. നല്ല കട്ടിയായിട്ടൊരു എരിവും പുളിയും മധുരമൊക്കെ ഉള്ള ഒരു സോസ് ഉണ്ടല്ലോ, അതാണ് ഞാൻ ആദ്യം തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒരു ലെമൺ സൈസ് എന്നൊക്കെ പറയാം, അത്രയും പുളി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറച്ച് ശർക്കര, ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക്. ഇതിന് നന്നായിട്ട് വെന്ത് വരണം. ഇതിൽ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ഇപ്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ഇനി ഒരു 1/2 ടീസ്പൂണ് ചാറ്റ് മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം ഇനി നമുക്കിതിൽ കുറച്ച് ബ്ലാക്ക് സോൾട്ടാണിത്, കാലാൻ നമുക്ക് ഇത് കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. പിന്നെ ചില ആൾക്കാരല്ല, നോർത്ത് ഇന്ത്യയിലൊക്കെ നമ്മളെ കുമിൻ ഉണ്ടല്ലോ, പൊടിച്ചത്, അത് ചേർത്ത് കൊടുക്കും. ഞാൻ ഇപ്പം ചേർത്ത് കൊടുക്കുന്നില്ല, ജീരകം ചേർത്ത് കൊടുക്കുന്നില്ല. കാരണം ചാറ്റ് മസാലയും ബ്ലാക്ക് സാൾട്ടും ഒക്കെ കൂടെ ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊരു 1/4 ടീസ്പൂണൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇനി ഇതൊന്ന് സെറ്റായിട്ട് വരട്ടെ. അപ്പോൾ അതാ നമ്മളെ തിക്കായിട്ടുള്ള ആ ഒരു സോസ് ഇപ്പം റെഡി ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇത് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിച്ചെടുക്കണം, ഒന്ന് ചൂട് പോട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് പാനിപൂരിയുടെ പാനി റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനൊരു മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് ഒരു കൈപ്പിടി നിറയുന്നതിനനുസരിച്ചിട്ടാണ് പുതിന എടുത്തിട്ടുണ്ട്. അതേ അളവ് തന്നെയാണ് ഞാൻ മല്ലിയിലയും എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നിങ്ങൾക്ക് പുതിനയുടെ ടേസ്റ്റ് ഇഷ്ടമല്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഏറ്റക്കുറച്ചിലൊക്കെ വരുത്താം, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ പീസ് ഇഞ്ചി, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 3 പച്ചമുളകാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇത്രയും പുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചെടുക്കാം. അപ്പം നമ്മളിത് അരച്ചെടുത്ത് അത് അരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചാറ്റ് മസാല, 1/4 ടീസ്പൂൺ ബ്ലാക്ക് സാൾട്ട്, ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമ്മൾ കുറേ വെള്ളം ഒഴിക്കണം. അപ്പോൾ നമുക്ക് ഇനി ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം നമ്മളെ പാനി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഫില്ല് ചെയ്യാനുള്ള മസാല ഉണ്ടല്ലോ, അത് റെഡിയാക്കി എടുക്കാം. അപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഫില്ലിങ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ 3 പൊട്ടറ്റോ വേവിച്ച് തൊലി കളഞ്ഞിട്ട് ഇതുപോലെ
എന്താ ഒന്ന് ഉടച്ചെടുത്തിട്ടുള്ളതാണ്. ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്കും നമ്മൾ ആ സെയിം മസാല ആട്ടോ ചേർക്കുന്നത്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ ചാട്ട് മസാല, പിന്നെ കുറച്ച് ബ്ലാക്ക് സാൾട്ട്. ഇനി നമ്മൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഫില്ലിങ്ങിൽ കടല ഉണ്ടല്ലോ, നമ്മുടെ കറുത്ത കളറുള്ള കടല, അത് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വേവിച്ചിട്ട്. അതേപോലെ തന്നെ ചെറുപയറോ അല്ലെങ്കിൽ എന്താ പറയണ്ടേ ഗ്രീൻ പീസ്, ഇതിൽ 3-ൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പം ഞാനിപ്പോൾ നിർബന്ധമില്ല, വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിപ്പോൾ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. അതിപ്പോൾ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. അപ്പോൾ ഇതാ നമ്മളെ ഫില്ലിങ്ങും അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു മിക്സിങ് എല്ലാം എല്ലാ സ്ഥലത്തും എത്തുന്ന പോലെ അങ്ങ് കുഴച്ച്. അപ്പോൾ ഇനി നമുക്ക് നമ്മളെ പൂരി റെഡിയാക്കി എടുക്കണം. ഇപ്പോൾ കുറച്ച് 1 മണിക്കൂറായിട്ടാണ് നമ്മളെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പം ഞാൻ ഇതുപോലെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ കയ്യിൽ എന്തെങ്കിലും കട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് നമുക്ക് ഇതുപോലെ റൗണ്ട് ആക്കിയിട്ട് പെട്ടെന്ന് എടുക്കാം. അപ്പം ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബോട്ടിലിൻ്റെ മൂടിയാട്ടോ എടുത്തിട്ടുള്ളത്. എന്ത് വേണമെങ്കിലും എടുക്കാം. കണ്ടില്ല, ഇതുപോലെ കിട്ടും. അപ്പം ഇതുപോലെ നമുക്ക് ഓരോന്നായിട്ട് എടുക്കാം. കണ്ടില്ല, ഇതുപോലെ ഈ രീതിയിലാണ് കിട്ടേണ്ടത്. ഒന്നുകൂടി വേണമെങ്കിൽ അങ്ങ് പരത്തി കളയാം നിങ്ങൾ എടുത്തിട്ട്. അപ്പോൾ ഇനി ഇതുപോലെ എല്ലാം റെഡിയാക്കിയിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പാനിപൂരി എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൂരി റെഡിയാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഉള്ളിൽ ഫില്ല് ചെയ്യാനുള്ള ആ മസാല പൊട്ടറ്റോൻ്റെ, പിന്നെ ഇത് നമ്മളെ സോസ്, എന്താ എരിവ് പുളി മധുരമൊക്കെയുള്ള ആ ഒരു സോസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മളെ പാനി അതും റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിനി ഇതെങ്ങനെയാണ് ഫില്ല് ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഒരു പൂരി ഇതുപോലെ എടുത്ത് കണ്ടില്ലേ, ഇതുപോലെ നമുക്ക് മുറിച്ചെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ റെഡിയാക്കിയിട്ടുള്ള ആ ഒരു മിക്സ് ഉണ്ടല്ലോ, അത് കുറച്ച് നിറച്ച് കൊടുക്കാം. ഇനി നമ്മൾ ആ സ്വീറ്റ് സോസ് നിറക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുക. അല്ലേ, അപ്പോൾ പാനിപൂരി എളുപ്പമാണ് വീട്ടിലുണ്ടാക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങളെ ഫീഡ്ബാക്ക് എന്തായാലും കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ. ബൈ.